2024 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷേ 2 വർഷം കഴിയുമ്പോൾ ചിത്രമാകെ മാറുകയാണ്. ബംഗാൾ മുതൽ ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഭരണത്തിൽ ഇരിക്കുകയാണ്. 22 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് BJPയും BJPയുടെ സഖ്യകക്ഷികളും ഇന്ത്യ ഒട്ടാകെ ഭരിക്കുകയാണ്. ആശങ്കയുണ്ടാക്കുന്നതാണ് BJPയുടെ വളർച്ച. ഒരു പക്ഷേ 2029 ഒരു രാജ്യം ഒരു ഇലക്ഷൻ തുടങ്ങിയ BJPയുടെ ഫാഷിസ്റ്റ് ഐഡിയോളജികൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് ഇന്ത്യയെ മാറ്റുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. EMCയെ പരാജയപ്പെടുത്തുന്നു, ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ പരാജയപ്പെടുത്തുന്നു. പ്രതിപക്ഷമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം ആ സൗന്ദര്യത്തോടെ വൈവിധ്യത്തോടെ നിലനിൽക്കുമോ എന്ന ആശങ്ക ജനാധിപത്യ വിശ്വാസികളിൽ വർദ്ധിച്ചു വരികയാണ്. BJPയുടെ ഈ കുതിച്ചുചാട്ടം 2026 ആസാമിലെ വിജയം, തുടർഭരണം, ബംഗാളിലെ 15 വർഷത്തെ മമതാ ബാനർജിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് BJP അവിടെ അധികാരത്തിലെത്തുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ആശയത്തിന്റെ വൈപുല്യം എത്രയാണെന്ന് മനസ്സിലാകണമെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രം നാം പരിശോധിക്കണം. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഗാന്ധിജിയുടെയും ലെഗസിയുമായി നിൽക്കുന്ന കോൺഗ്രസ് ഇന്ത്യ ഒട്ടാകെ പടർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. കോൺഗ്രസ് അകപ്പെട്ട വലിയ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാനതല ഗ്രാഫുകൾ പരിശോധിക്കേണ്ടതുണ്ട്. 1967 ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ അടിപതറി കോൺഗ്രസ് തമിഴ്നാട്ടിൽ നിന്നും പുറത്താവുന്നത്. കഴിഞ്ഞ 58 വർഷത്തിൽ ഒരിക്കൽ പോലും തമിഴ്നാട്ടിലേക്ക് തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. 1989 കോൺഗ്രസ് UPയിൽ നിന്നും പുറത്താവുന്നത്. നീണ്ട 37 വർഷമായി കോൺഗ്രസ് അവിടെ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. 1990 ബീഹാറിലെ അവസാനത്തെ കോൺഗ്രസ് സർക്കാർ. 36 വർഷമായി കോൺഗ്രസിന് ബീഹാറിൽ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. ഗുജറാത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസ് പുറത്താകുന്നത് 1995 കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കോൺഗ്രസിന് അവിടെ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. 2014 മഹാരാഷ്ട്രയിൽ നിന്നും കോൺഗ്രസ് പുറത്താവുന്നത്. കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. 2000 ഒഡീഷയിൽ നിന്നും കോൺഗ്രസ് പുറത്തു പോകുന്നത്. 26 വർഷത്തിനിടയിൽ കോൺഗ്രസിന് ഒഡീഷയിൽ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. 1977 ബംഗാളിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും കോൺഗ്രസ് പുറത്തു പോകുന്നത്. 49 വർഷത്തിനിടയിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. 1993 കോൺഗ്രസ് ത്രിപുരയിൽ നിന്നും പുറത്താവുന്നത്. കഴിഞ്ഞ 33 വർഷത്തിനുള്ളിൽ കോൺഗ്രസിന് ത്രിപുരയിൽ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. നാഗാലാൻഡിൽ കോൺഗ്രസിന്റെ അവസാനത്തെ സർക്കാർ 2003 പുറത്താകുന്നത്. 23 വർഷത്തിനിടയിൽ കോൺഗ്രസിന് നാഗാലാൻഡിൽ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അസമിൽ നിന്നും കോൺഗ്രസ് പുറത്താകുന്നത് 2016 പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോൺഗ്രസിന് അസമിൽ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അരുണാചൽ പ്രദേശ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു. അരുണാചൽ പ്രദേശിൽ നിന്ന് 2016 പുറത്തായ കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചു വരാൻ അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. 2017 മണിപ്പൂർ കോൺഗ്രസിനെ കൈയൊഴിയുന്നത്. ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് അവിടെ സാധിച്ചിട്ടില്ല. 2018 മേഘാലയയിൽ നിന്നും കോൺഗ്രസ് പുറത്താകുന്നത്. കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. 1984 സിക്കിമിൽ നിന്നും കോൺഗ്രസ് ഔട്ടാകുന്നത്. 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സിക്കിമിൽ കോൺഗ്രസിന് തിരിച്ചുവരവ് സാധിച്ചിട്ടില്ല. ഗോവയിൽ 2012 കോൺഗ്രസ് പുറത്താകുന്നത്. 14 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് ഗോവയിൽ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. BJPക്ക് കൗ UPയിൽ മമ്മിയാണ്, ഗോവയിൽ എമ്മിയാണ് എന്ന് ഒരിക്കൽ അസദുദ്ദീൻ ഒവൈസി പറയുകയുണ്ടായി. ഒറ്റക്കക്ഷിയായി ഭൂരിപക്ഷം കിട്ടിയിട്ടും സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. 2013 ഷീലാ ദീക്ഷിതിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം പിന്നീട് ഡൽഹി കോൺഗ്രസിനെ കൈവിടുകയായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJP ഡൽഹി
പിടിച്ചെടുത്തിരിക്കുകയാണ്. 17 സംസ്ഥാനങ്ങളിൽ ഒരിടത്തും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയ ശേഷം തിരിച്ചു വന്നിട്ടില്ല എന്നത് കോൺഗ്രസിന്റെ അപജയത്തെയും പതനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷമില്ലാത്ത ഏകകക്ഷി ഭരണത്തിലേക്ക്, ജനാധിപത്യം കേവലം ഒരു പേരായി മാറുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ മാറുമോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. SIRന്റെ പ്രാക്ടീസ്, വൺ നാഷൻ വൺ ഇലക്ഷൻ തുടങ്ങിയ വലിയ പദ്ധതികൾ BJP നടപ്പാക്കാൻ പോവുകയാണ്. അത്തരം രൗദ്രമായ ഭീഭത്സമായ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ, ആ ആശങ്കകൾ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്നതും പരമപ്രധാനമായ ഒരു ചോദ്യമാണ്.